ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 30 ചൊവ്വാഴ്ചയാണ്. ഒരിക്കൽ കൂടി യുഎസിലെ 3 മാർക്കറ്റുകളും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് മുതൽ FOMC മീറ്റിംഗ് ആരംഭിക്കുകയാണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ്. ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റുകളും ഏഷ്യൻ മാർക്കറ്റുകളും ഒപ്പം ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവിൽ തന്നെയാണ്. നല്ല ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദ്യം പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ബഡ്ജറ്റ് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. ഫെബ്രുവരി 1 തന്റെ 6ാമത്തെ ബജറ്റ് പ്രസംഗം നടത്തുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമന് അടിസ്ഥാന സൗകര്യ ചെലവുകൾ തുടരാനും തെരഞ്ഞെടുപ്പിൽ മോദിയുടെ മുൻഗണന മേഖലയായ കർഷകർ, സ്ത്രീകൾ, ദരിദ്രർ, യുവാക്കൾ എന്നിവയെ പിന്തുണയ്ക്കാൻ ലക്ഷ്യമിടുന്ന നടപടികൾ കൈക്കൊള്ളാനും സാധ്യതയുണ്ട്. പാൻഡമിക് സമയത്ത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് 9.2% ഉയർന്ന ശേഷം കടം നിയന്ത്രണത്തിലാക്കാൻ സർക്കാർ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ക്രമാനുഗതമായി കുറയ്ക്കുകയാണ്. മാർച്ചിൽ അവസാനിക്കുന്ന പാദത്തിൽ 5.9% ധനക്കമ്മി. ഇനി വരുന്ന സാമ്പത്തിക വർഷത്തിൽ 5.3% അത് കുറയ്ക്കും എന്നാണ് ബ്ലൂംബർഗ് സർവേ നടത്തിയ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല, ഈ വർഷത്തെ ബജറ്റ് കമ്മിയിലെ പുരോഗതിയുടെ വലിയൊരു പങ്കും കുതിച്ചുയർന്ന നികുതി വരുമാനത്തിൽ നിന്നാണ്. HSBC ഹോൾഡിംഗ്സ് PLCയുടെ കണക്കനുസരിച്ച് ആദായ നികുതി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സമാഹരിച്ചതിനേക്കാൾ ഏകദേശം 30% കൂടുതലാണ് ഈ വർഷവും. കോർപ്പറേറ്റ് നികുതി 20% കൂടുതലുമാണ്. GSTയുടെ കണക്കെടുത്താൽ അത് 10% കൂടുതലാണ് എന്നും കണക്കുകൾ പറയുന്നു. ബജറ്റ് കമ്മി കാലക്രമേണ 4.5% കുറയ്ക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ആഗോള ബോണ്ട് സൂചികയിലേക്ക് ഇന്ത്യയെ ചേർത്തതിനാൽ അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ കൂടുതലായി ബോണ്ടുകളിലേക്ക് ആകർഷിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ റോഡുകൾ, തുറമുഖങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ എന്നിവയ്ക്കുള്ള ചെലവുകൾക്ക് മുൻഗണന നൽകി കഴിഞ്ഞ 3 വർഷത്തിനിടെ സർക്കാർ മൂലധന ചെലവ് പ്രതിവർഷം 1/3 വർദ്ധിപ്പിച്ചു. ഔദ്യോഗിക പ്രവചനങ്ങൾ പ്രകാരം 7%-ലധികം സാമ്പത്തിക വളർച്ചയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കർഷകർക്ക് സർക്കാർ കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അരി, ഗോതമ്പ്, പഞ്ചസാര എന്നിവയുടെ കയറ്റുമതി നിരോധിക്കുന്നത് പോലുള്ള നിരവധി നടപടികൾ കഴിഞ്ഞ വർഷം സർക്കാർ നടത്തി. വിലക്കയറ്റം നിയന്ത്രിക്കാനാണ് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോയത്. കൂടാതെ മോശം കാലാവസ്ഥ കൂടിയായതോടെ കർഷകരുടെ അവസ്ഥ കൂടുതൽ മോശമായി. എന്തായാലും ഈ വാർത്തയനുസരിച്ച് കർഷകർക്കും ഇൻഫ്രാസ്ട്രക്ചറിനും കൂടുതൽ ഗുണം ലഭിക്കും എന്നാണ് വാർത്ത പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. അപകട സാധ്യതകൾക്കിടയിലും 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ സാമ്പത്തിക വളർച്ച കൈവരിക്കും എന്നൊരു വാർത്തയാണ്. ചെങ്കടൽ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് ഉയർന്നുവരുന്ന ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾക്കിടയിലും ഇന്ത്യയുടെ സാമ്പത്തിക വീക്ഷണം ശുഭാപ്തി വിശ്വാസത്തോടെയാണ് കാണപ്പെടുന്നത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. സുസ്ഥിര ആഭ്യന്തര ഡിമാൻഡും സ്വകാര്യ നിക്ഷേപവും വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 7% വളർച്ചാ നിരക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയുടെ വളർച്ച ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മറികടക്കും എന്നും പറയുന്നു. കൂടാതെ S&P ഗ്ലോബൽ റേറ്റിംഗ് ഇന്ത്യ അടുത്ത 3 വർഷത്തേക്ക് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാറും. ഇത് 2030 ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റും എന്നും പറയുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 83,900 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്റ്റീൽ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനും ഹരിത ഊർജ്ജ മേഖലയിലെ ഒന്നിലധികം കമ്പനികളുമായി 3.16 കോടി രൂപയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി മഹാരാഷ്ട്ര സർക്കാർ തിങ്കളാഴ്ച അറിയിച്ചു. ഹരിത വൈദ്യുതി ഉൽപ്പാദനത്തിനായി 7 കമ്പനികളുമായി 2,76,300 കോടി രൂപയുടെ ധാരണാപത്രം ഒപ്പുവെച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു. NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് സംസ്ഥാനവുമായി 80,000 കോടി രൂപയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചപ്പോൾ JSW എനർജി ലിമിറ്റഡ് 15,000 കോടി രൂപയുടെ ധാരണാപത്രത്തിലാണ് ഒപ്പുവെച്ചത്. അവോധ ഗ്രീൻ ഹൈഡ്രജൻ 50,000 കോടി രൂപയുടെ ധാരണാപത്രത്തിലും ബഫ്ന സോളാർ ആൻഡ് ഇൻഫ്ര 66,400 കോടി രൂപയുടെ ധാരണാപത്രത്തിലുമാണ് ഒപ്പുവെച്ചത്. വെൽപ്സൺ ഗോദാവരി GH2 പ്രൈവറ്റ് ലിമിറ്റഡ് 29,900 കോടി രൂപയുടെ ധാരണാപത്രത്തിലും എനോക്സ് എയർ പ്രൊഡക്ട്സ് 25,000 കോടി രൂപയുടെയും L&T ഗ്രീൻ എനർജി 10,000 കോടി രൂപയുടെ ധാരണാപത്രത്തിലുമാണ് ഒപ്പുവെച്ചത്. ഈ പറഞ്ഞ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. വലിയൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിഫ്റ്റിയിലേക്ക് 21,737 1.80% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. വളരെ ക്രൂഷ്യലായ 2 റെസിസ്റ്റൻസുകളെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇന്നലെ നിഫ്റ്റിയിൽ കണ്ട വലിയൊരു കാര്യം. കുറച്ച് ദിവസത്തെ കൺസോൾട്ടേഷന് ശേഷം 20 DMA വിജയകരമായി നിഫ്റ്റി വീണ്ടെടുത്തു. കുറച്ച് സെഷനുകളിലായിട്ട് മാർക്കറ്റ് വളരെ വീക്കായിരുന്നെങ്കിലും കഴിഞ്ഞ ഇന്നലത്തെ ട്രേഡിങ്ങോടുകൂടി ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു മേജർ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് ജനുവരി 17 നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ഗ്യാപ്പാണ്. 21,850 മുതൽ 22,000 വരെയുള്ള ഒരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മറ്റൊരു കാര്യമുള്ളത്, നിഫ്റ്റിയുടെ ലോവർ ടോപ്പ് ലോവർ ബോട്ടം ഫോർമേഷൻ ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതും പോസിറ്റീവായിട്ട് തന്നെ കാണാം.
നിഫ്റ്റിയെ സംബന്ധിച്ച് 21,750 മുതൽ 21,800 വരെ അപ്സൈഡിൽ ഒരു ക്രൂഷ്യലായിട്ടുള്ള സോണാണ്. ഡൗൺ സൈഡിൽ ഒരു സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 21,600 ഒരു ക്രൂഷ്യലായിട്ടുള്ള സോണാണ്. ഡേ ക്യാൻഡിൽ ഒരു ലോങ് ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകളിലേക്ക് വരാം. ആദ്യം 22,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത് കോൾ സൈഡിലെ സ്ട്രൈക്ക്. അതിനുശേഷം 22,000 അതിനുശേഷം 22,400 പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,500 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,000 ശേഷം 21,600 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 21,500 മുതൽ 21,600 വരെയുള്ള സോണാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നിഫ്റ്റി ഉണ്ടാക്കിയ അത്ര വലിയൊരു പോസിറ്റിവിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായില്ല. പക്ഷേ എന്നിരുന്നാലും നല്ല പോസിറ്റീവിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയും ക്ലോസ് ചെയ്ത് 45,442 1.28% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ 200 ഡേ EMA വരുന്ന 44,580 ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തു എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കാണാം. അപ്സൈഡിൽ 45,750 മുതൽ 46,000 വരെ ക്രൂഷ്യലാണ്. ഡൗൺ സൈഡിൽ 45,000 മുതൽ 44,750 ക്രൂഷ്യലാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,500 അതിനുശേഷം 46,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ആദ്യത്തെ സ്ട്രൈക്ക് 45,500 അതിനുശേഷം 45,000 പിന്നീട് 44,000 ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000. ഇന്ത്യ വിക്സിലേക്ക് 15.68 എന്ന നിലയിൽ 13% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ സെഷനിലെ 13.09 നിന്ന് 15.68 ഇന്ത്യ വിക്സ് അപ്പായിരിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ITCയുടെ Q3 റിസൾട്ടുകളിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 10.75% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 5,572 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. സിഗരറ്റ് FMCG വഴിയുള്ള വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 1.6% വർദ്ധിച്ച് 16,483.3 കോടി രൂപയിലെത്തി. അടുത്തത് നോൺ ബാങ്കിംഗ് ഫിനാൻസ് കമ്പനിയായ ബജാജ് ഫിനാൻസ് ഇയർ ഓൺ ഇയറിൽ 22% വർധനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത് 3,639 കോടി രൂപയിലാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇയർ ഓൺ ഇയറിൽ 29% വർദ്ധിച്ച് 7,655 കോടി രൂപയിലാണ് ഇപ്പോൾ ഉള്ളത്. റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി വോഡാഫോൺ ഐഡിയയാണ്. നെറ്റ് ലോസ് ഇപ്പോൾ ഉള്ളത് 6,986 കോടി രൂപയിലാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 8,738 കോടി രൂപയായിരുന്നു. അവരുടെ ലോസ് അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു എന്നത് ഒരു പോസിറ്റീവായിട്ട് തന്നെ കണക്കാക്കാം. റവന്യൂ കഴിഞ്ഞ ക്വാർട്ടറിൽ 0.4% ഇടിവും രേഖപ്പെടുത്തി. റിസൾട്ട് വന്ന മറ്റൊരു കമ്പനി മാരിക്കോ 16% വർധനവ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിട്ടുണ്ട്. 386 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ 2% ഇടിവാണ് കാണുന്നത്. 2,422 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഡൊമസ്റ്റിക് വോളിയത്തിൽ 2% ഉയർച്ചയും ആ ക്വാർട്ടറിൽ കാണുന്നുണ്ട്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ലാർസൻ ആൻഡ് ടുബ്രോ, ഡോക്ടർ റെഡ്ഡി, ബജാജ് ഫിൻസർവ്, PB ഫിൻടെക്, അരവിന്ദ്, ആസ്ട്രൽ, അദാനി ടോട്ടൽ ഗ്യാസ്, ബ്ലൂ സ്റ്റാർ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, കോറമൻഡൽ ഇന്റർനാഷണൽ, ജില്ലറ്റ് ഇന്ത്യ, KEC ഇന്റർനാഷണൽ, KPIT ടെക്നോളജീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ്, പിരാമൽ ഫാർമ, കീസ്റ്റോൺ റിയാൽറ്റേഴ്സ്, സ്റ്റാർ ഹെൽത്ത്, സിംഫണി, ത്രിവേണി എഞ്ചിനീയറിംഗ്, VIP ഇൻഡസ്ട്രീസ്, വോൾട്ടാസ് എന്നീ കമ്പനികളാണ്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം KEC ഇന്റർനാഷണൽ കമ്പനിക്ക് വിവിധ ഓർഡറുകൾ ലഭിച്ചിരിക്കുന്നു. വിവിധ ബിസിനസ്സുകളിലായി 1,304 കോടി രൂപയുടെ പുതിയ ഓർഡറുകളാണ് കമ്പനിക്ക് ലഭിച്ചത്. അടുത്തത് പ്രൈം ഫോക്കസ് ലിമിറ്റഡ് ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നതിനായി ഫെബ്രുവരി 1 ബോർഡ് യോഗം ചേരും എന്നൊരു വാർത്ത. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, സ്ഥിരമായി നമ്മൾ പറയുന്ന നമ്മുടെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30 മുതൽ 3:30 വരെയാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞതുപോലെ 11:30 മുതലാണ്. അപ്പോൾ രാവിലെ 9 മണി മുതലൊക്കെ നമ്മുടെ വ്യൂസ്, എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ടെലഗ്രാം ജോയിനിങ് ലിങ്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ആ ലിങ്ക് വഴിയും ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം നിഫ്റ്റിയിലേക്ക് തന്നെ പോകാം. 21,500 CE ആയിരുന്നു നമ്മൾ പറഞ്ഞത്. 21,588 എൻട്രി എടുത്ത് ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 21,675 ആയിരുന്നു.
എന്നാൽ ടാർഗറ്റും കഴിഞ്ഞ് വലിയ പ്രോഫിറ്റിലേക്കാണ് പോയത്. 21,763 വരെ ഇൻഡെക്സ് അപ്പായി. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ട്രേഡ് എടുത്തിരുന്നു. 45,400 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 45,460 എന്ന നിലയിൽ. 45,650 വരെ ഇൻഡെക്സ് അപ്പായി. നല്ല പ്രോഫിറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ലഭിച്ചത്. ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത മറ്റൊരു F&F സ്റ്റോക്കിലേക്ക് വരാം. ടാറ്റ മോട്ടോഴ്സ് 820 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 825. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 835 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. നല്ല പ്രോഫിറ്റിലേക്കും ടാറ്റ മോട്ടോഴ്സ് പോയി. മറ്റൊരു F&F സ്റ്റോക്ക് ജനുവരി 24 നമ്മൾ എൻട്രി എടുത്ത കോൾ ഇന്ത്യ 380 CE ആയിരുന്നു. എൻട്രി എടുക്കുന്ന 386 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 400 ആയിരുന്നു. ടാർഗറ്റ് ഇന്നലെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് RIC ലിമിറ്റഡ് ആയിരുന്നു. 460 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 465.8 എന്ന നിലയിൽ. സ്റ്റോക്ക് ഇന്നലെ 505 വരെയാണ് അപ്പായത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 480 ആയിരുന്നു. നല്ല പ്രോഫിറ്റാണ് RICയിൽ ലഭിച്ചത്. F&F സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത്. ഇനി സ്വിംഗ് സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം മഹാരാഷ്ട്ര ബാങ്ക് ജനുവരി 16 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 51.45 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ എൻട്രി എടുത്ത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 55 ആയിരുന്നു. ടാർഗറ്റ് ഇന്നലെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് NMDC സ്റ്റീലായിരുന്നു. ജനുവരി 24 എൻട്രി എടുക്കുന്നത്. എൻട്രി എടുക്കുന്ന റേറ്റ് 54.85 എന്ന നിലയിലായിരുന്നു. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 62 ആയിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് SJVN ആണ്. ജനുവരി 24 109.50 എന്ന നിലയിൽ എൻട്രി എടുത്ത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 120 ആയിരുന്നു. എന്നാൽ 134 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് SJVNൽ ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്വിംഗ് സ്റ്റോക്ക് റെയിൻ ഇൻഡസ്ട്രീസ് ആയിരുന്നു. ജനുവരി 25 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്തത് 177 എന്ന നിലയിലാണ്. 186 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്ക് NCC 204 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് 213.60 വരെയാണ് അപ്പായത്. ഏകദേശം 4.5% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഇന്നലെ നന്നായി പെർഫോം ചെയ്തതും അതുപോലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളുമാണ് ഇവിടെ ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIAs അങ്ങനെ ഒരുപാട് ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം വീണ്ടും ചെറിയൊരു ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയണം. കാരണം 110 കോടി രൂപയ്ക്ക് മാത്രമാണ് അവർ ഇന്നലെ ബൈ ചെയ്ത്. DIs ആവട്ടെ 3221 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. US മാർക്കറ്റുകൾ US FOMC മീറ്റിംഗിന് മുന്നോടിയായി ഇന്നലെ US മാർക്കറ്റുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് 0.48% ഉയർന്നു. നാസ്ഡാക്ക് 0.98%, S&P 500 0.60% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. US മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ ഈ റാലിക്ക് കാരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്ത Q4 റിസൾട്ടുകൾ തന്നെയാണ്. ഫാക്ട് സെറ്റ് പ്രകാരം S&P 500 അംഗങ്ങളിൽ 4 പേരും അഭിപ്രായപ്പെടുന്നത് 72% റിസൾട്ടുകളും പ്രതീക്ഷകളെ എക്സീഡ് ചെയ്തു എന്ന് തന്നെയാണ്. ഈ ആഴ്ച ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നത് FOMC മീറ്റിംഗ് തന്നെയാണ്. CME ഫെഡ് വാച്ച് ടൂൾ അനുസരിച്ച് സെൻട്രൽ ബാങ്കിന്റെ നിരക്കുകൾ മാറ്റമില്ലാതെ തുടരാൻ 72% സാധ്യതയുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഫെഡറൽ ചെയർ ജെറോം പവലും മറ്റ് അംഗങ്ങളും പണപ്പെരുപ്പം അതിന്റെ ശരാശരിയായ 2% വാർഷിക ലക്ഷ്യത്തിലേക്ക് കുറഞ്ഞാൽ മാത്രമേ പലിശ നിരക്ക് കുറയ്ക്കുകയുള്ളൂ എന്ന് ഇതിനോടകം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ ആഴ്ചയിലെ എക്കണോമിക് റിപ്പോർട്ടുകൾ നോക്കാം. ജോബ് ഓപ്പണിംഗ്സ്, ലേബർ ടേൺ ഓവർ സർവേ, ADP, 4th ക്വാർട്ടർ എംപ്ലോയ്മെന്റ് കോസ്റ്റ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് പ്ലാന്റ് ലേ ഓഫ്, ജനുവരി എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് എന്നിങ്ങനെയുള്ള ഡാറ്റകളാണ് പുറത്തു വരാനുള്ളത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സൈഡിൽ വിപ്രോ 0.17% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഇൻഫോസിസ് 0.25% ഇടിഞ്ഞു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.37% ഉയർന്നപ്പോൾ ആക്സിസ് ബാങ്ക് നല്ല നേട്ടമുണ്ടാക്കി 1.57% ഉയർന്നു. HDFC ബാങ്ക് വീണ്ടും 2.21% ഇടിഞ്ഞു. മെയ്ക്ക് മൈ ട്രിപ്പ് 3% മുകളിൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.72% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ്. ഡൗ ജോൺസ് 0.07% ഇടിഞ്ഞും. S&P 500 0.03% ഉയർന്നും. നാസ്ഡാക്ക് 0.08% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. UK മാർക്കറ്റ് FTSE 0.03% ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. മറ്റ് മാർക്കറ്റുകൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.09% ഉയർന്നും. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.12% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് 600 0.2% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അവിടെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറാണ് 1% മുകളിൽ നേട്ടമുണ്ടാക്കിയത്. ടെലികോം സെക്ടർ
0.8% ഇടിവും അവിടെ രേഖപ്പെടുത്തി. ഇന്ത്യയിലെ പോലെ യൂറോപ്യൻ മാർക്കറ്റുകളിലും അതുപോലെ US മാർക്കറ്റുകളിലും ഇപ്പോൾ ഏർണിംഗ് സീസൺ തന്നെയാണ്. യൂറോപ്പിൽ നിന്നും റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ ഫിലിപ്സ്, റൈനാർ തുടങ്ങിയ കമ്പനികളാണ്. US-ൽ നിന്ന് മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, മെറ്റ, ആമസോൺ തുടങ്ങിയ റിസൾട്ടുകൾ ഈ ആഴ്ച വരുന്നുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചർ മാർക്കറ്റിൽ ഡാക്സ് 0.14% ഉയർന്നാണുള്ളത്. CSE 0.12% ഉയർന്നും FTSE 0.15% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ന് ഫോക്കസിലുള്ളത് ഹോങ്കോങ് മാർക്കറ്റാണ്. എംപാറ്റിൽ പ്രോപ്പർട്ടി ഡെവലപ്പർ കമ്പനി 20% ഇടിഞ്ഞു. ഹോങ്കോങ് കോർട്ടിൽ നിന്നും കമ്പനിക്ക് എതിരെ ഒരു ലിക്വിഡേഷൻ ഓർഡർ ലഭിച്ചതാണ് ഇതിന് കാരണമായത്. ഒരു കാലത്ത് ചൈനയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായി കണക്കാക്കപ്പെട്ടിരുന്ന സ്ഥാപനമാണ് എംപാറ്റിൽ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ്. മറ്റൊരു വാർത്തയുള്ളത് ജപ്പാനിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പുറത്തു വന്നു. 2.4% ഡാറ്റ പുറത്തു വന്ന്. തൊട്ടു മുൻപുള്ള മാസം അത് 2.5% ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,969 0.47% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഇന്നും ഒരു 110 മുതൽ 120 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ് 0.31% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. തീവ്രവാദികൾ വിക്ഷേപിച്ച മിസൈലുകൾ ജോർദാനിൽ US സൈനികരെ കൊലപ്പെടുത്തിയതും ചെങ്കടലിലെ പ്രശ്നങ്ങൾ കൂടിയായതോടെ ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ബ്രന്റ് ട്രേഡ് ചെയ്യുന്നത് $82.24 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.29% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 77.19 എന്ന നിലയിൽ 0.55% ഉയർന്നാണ് WTI ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.